എന്താടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഇന്ന് കരോളിന് വരുന്ന കാര്യമൊന്നും സ്കൂളിൽ വന്നപ്പോൾ അവൾ നിന്നോട് ചോദിച്ചില്ലേ? ചാർലി സംശയത്തോടെ അവനോട് ചോദിച്ചു. ഇല്ല, അവൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. എന്നാൽ അവൾ സ്കൂളിൽ വെച്ച് ചോദിച്ച ചോദ്യം അവൻ്റെ മനസ്സിൽ കൂടി കടന്നു പോവുകയും ചെയ്തിരുന്നു. ഇന്ന് രാത്രി കരോളിന് വരുമോ? എന്താ, ഞാൻ വന്നാലേ നീ പോകുള്ളോ? അവൾ രാവിലെ ചോദിച്ച ചോദ്യം ചിന്തിക്കുകയായിരുന്നു ക്രിസ്റ്റി. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്, സ്വന്തമായിട്ട് വണ്ടിയുള്ളവരൊക്കെ അവരവരുടെ വണ്ടിയിലങ്ങ് വാ. അല്ലാത്തവർക്ക് താഴെ ചെറിയൊരു ബസ് ക്രമീകരിച്ചിട്ടുണ്ട്, ഉള്ള സ്ഥലത്തൊക്കെ കയറിക്കോ. അച്ഛൻ പറഞ്ഞതും എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. വാടി, ചാർലി ഷീതുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവർ 4 പേരും കൂടി അവരുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. അതും നോക്കി വെള്ളമിറക്കി കുശുമ്പോടെ പല പെമ്പിള്ളേരും അവരെ നോക്കി നിന്നു. പെട്ടെന്നാണ് ചാർലിയുടെ ഫോൺ റിങ് ചെയ്തത്. അവളാ ദേ. അവൻ ഫോൺ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളത് ഓൺ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ വന്നോളാം. അവരെ നോക്കി നിൽക്കുന്ന ക്രിസ്റ്റിയെയും റയാനെയും നോക്കി ചാർലി പറഞ്ഞു. ക്രിസ്റ്റിയായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത്. അവൻ പെട്ടെന്ന് ബൈക്ക് എടുക്കാതെ കുനിഞ്ഞിരുന്ന് ചെരുപ്പ് കെട്ടാൻ തുടങ്ങി. ഹലോ ഋഷു, നീ എവിടെയായിരുന്നു? ചേച്ചി, ഞാനേ കുളിക്കുമായിരുന്നു. എന്താ ചേച്ചി വിളിച്ചത്? അവൾ സംശയത്തോടെ തിരികെ ഷീതുവിനോട് ചോദിച്ചു. നീ കരോളിന് വരുന്നില്ലേ? നിന്നെ ഇവിടെ കാണാഞ്ഞതുകൊണ്ട് വിളിച്ചതാ, ഷീതു അവളോട് മറുപടി പറഞ്ഞു. ക്രിസ്റ്റി അവൾ എന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ചെരുപ്പം കെട്ടി നിൽക്കുകയായിരുന്നു. എനിക്കൊരു തലവേദന പോലെ ചേച്ചി. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ കുറച്ചൊന്ന് കിടന്നു. ഇപ്പോൾ എഴുന്നേറ്റ് കുളിച്ചതേ ഉള്ളൂ, അവൾ മറുപടി പറഞ്ഞു. ഞങ്ങളിതേ പള്ളിയിലുണ്ട്. കരോൾ ഇറങ്ങി. ആദ്യം നിങ്ങളുടെ വീട്ടിലേക്കാണ് വരുന്നത്. അതെയോ, ചേച്ചി ഇറങ്ങിയോ? അവൾ സംശയത്തോടെ തിരികെ ചോദിച്ചു. ഓവ്, ഞാനും ഇച്ചായനും ഉണ്ട്, അവൾ മറുപടി പറഞ്ഞു. വേറെ ആരുണ്ട്? ക്രിസ്റ്റി ഉണ്ടോയെന്നറിയാൻ വേണ്ടി അവൾ വീണ്ടും ചോദിച്ചു. ഞങ്ങൾ 4 പേരുണ്ട്, ഇസു ഇല്ല, അവൾ മറുപടി പറഞ്ഞു. എങ്കിൽ ഞാൻ ഇപ്പം വരാം. അവനുണ്ടെന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അല്ല, നിനക്ക് തലവേദനയല്ലേ? തലവേദനയായിട്ട് നീ ഇറങ്ങണ്ട. എന്തായാലും കഴിയുമ്പോഴേക്കും 10-11 മണിയാവും. നാളെ രാവിലെ സ്കൂളിലും പോകേണ്ടതല്ലേ? ഷീതു വീണ്ടും പറഞ്ഞു. അത് സാരമില്ല ചേച്ചി, തലവേദനയൊക്കെ ഇപ്പോൾ കുറവുണ്ട്, അവൾ മറുപടി പറഞ്ഞതും ഷീതു ചിരിച്ചു. എങ്കിൽ നീ ഇനി ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, ആദ്യം അവിടേക്കല്ലേ വരുന്നത്, അവിടെ തന്നെ നിന്നോ. ഷീതു പറഞ്ഞതും അവൾ ഓക്കെ പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ, അവൾ വരുന്നുണ്ടോ? ചാർലി സംശയത്തോടെ ചോദിച്ചു. ഊവ്, വാ പോകാം, ഷീതു പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫോൺ തിരികെ കൊടുത്തതിന് ശേഷം അവൻ്റെ പുറകിലേക്ക് കയറി. ഹലോ മിസ്റ്റർ ക്രിസ്റ്റി പുലിക്കളം, ചെരുപ്പിൻ്റെ വള്ളി കെട്ടിക്കഴിഞ്ഞെങ്കിൽ ബൈക്ക് എടുക്ക്, റയാൻ കളിയാക്കിക്കൊണ്ട് അവൻ്റെ പുറകിലിരുന്ന് പറഞ്ഞു. അത് കേട്ടതും ക്രിസ്റ്റി ചമ്മല് മറിച്ചുകൊണ്ട് കണ്ണാടിയിൽ കൂടി പുറകിലിരിക്കുന്ന അവനെ നോക്കിയൊന്ന് പേടിപ്പിച്ചു. ആ ഫോൺ വിളിച്ച് തീരുന്നത് വരെ കെട്ടാനുള്ളത് ആ ചെരുപ്പിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ചേട്ടായി. അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായതുപോലെ റയാൻ പുറകിലിരുന്ന് ഗോളടിക്കാൻ തുടങ്ങി. അത് കേട്ട് ഒരു ചമ്മൽ തോന്നിയെങ്കിലും പുറമേ അത് കാണിക്കാതെ ക്രിസ്റ്റി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങേരോട് ഞാൻ ചോദിച്ചതല്ലേ കരോളിന് വരുന്നുണ്ടോയെന്ന്. അങ്ങേരുടെ മറുപടി കേട്ടപ്പോൾ ഞാൻ കരുതി അങ്ങേര് അതിനൊന്നും ഇറങ്ങുന്നുണ്ടായിരിക്കില്ല എന്ന്. അതുകൊണ്ടാണ് താങ്ങിയും തൂങ്ങിയും പോകണോ വേണ്ടായോ എന്നുള്ള സംശയത്തിൽ നിന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും ഒരുങ്ങി ഞാൻ പള്ളിയിൽ ചെന്നേനെ. അങ്ങേർക്ക് ഇത് വല്ലതും അറിയണോ? അവൾ പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊരു പാവാടയും ടോപ്പും എടുത്തിട്ടു. പിന്നെ മുടി ചീകാൻ തുടങ്ങി. നീ ഇതെങ്ങോട്ടാ? സുന്ദരിയായി താഴേക്ക് ഒരുങ്ങി ഇറങ്ങി വന്ന അവളെ കണ്ടവളുടെ മമ്മി സംശയത്തോടെ ചോദിച്ചു. കരോളിന്, അവൾ അവരെ നോക്കി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോട് കുറച്ചു മുമ്പ് ഞാൻ ചോദിച്ചപ്പോൾ നീ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ജോലിക്ക് പോകുന്ന ഞാൻ വൈകിട്ട് കരോളിന് പോയാൽ ശരിയാവില്ല, വരുമ്പോഴേക്കും ഒരു സമയമാകും എന്നൊക്കെയാണല്ലോ. എന്നിട്ട് ഇതെന്തു പറ്റി പെട്ടെന്നൊരു ബോധോദയം വരാൻ? എന്താ, നീ നാളെ ജോലിക്ക് പോകുന്നില്ലേ? അവർ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് വന്നപ്പോൾ അങ്ങനെ തോന്നിയില്ല, നല്ല തലവേദന ഉണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചപ്പോൾ അതങ്ങോട്ട് മാറി. അപ്പോൾ പിന്നെ പോകാമെന്ന് വെച്ചു, അവൾ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. തലവേദന വരും, വരാതെ എവിടെ പോവാനാ? ആദ്യമായിട്ട് ജോലിക്ക് പോയതല്ലേ, ശീലമില്ലാത്ത പണികളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാ. ശരീരം ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങളല്ലേ എൻ്റെ മോള് ചെയ്യുന്നത്, അവരവളെ വീണ്ടും ട്രോളിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങനെ രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എന്നെ ട്രോളിക്കൊണ്ട് നിൽക്കാതെ കരോളിന് വരുമ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുത്തു വെക്ക്. ആദ്യം നമ്മുടെ ഇങ്ങോട്ടാണ് വരുന്നത്. അവരൊക്കെ പള്ളിയിൽ നിന്ന് ഇറങ്ങി, അവൾ അവരെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ, എൻ്റെ മോൾ അതിപ്പോഴാണ് അറിയുന്നേ. അവരവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ അറിഞ്ഞു. എല്ലാവർക്കും ഉള്ള വെള്ളവും എടുത്തു വെച്ചു, അവർ അവളെ നോക്കി പറഞ്ഞതും അവൾ ചമ്മിയതുപോലായി. ഇനി അവിടെ നിന്നാ അവരുടെ വായിലിരിക്കുന്ന അടുത്ത ട്രോളും കേൾക്കുമെന്നറിയാവുന്നത് കൊണ്ട് അവൾ പതുക്കെ സിറ്റൗട്ടിലേക്ക് വലിഞ്ഞു. പിന്നെ അവൻ്റെ വരവും കാത്ത് അവൾ സിറ്റൗട്ടിൽ നിന്നു. അവൾ വെരുകിനെ പോലെ സിറ്റൗട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചെവിയും കണ്ണും കൂർപ്പിക്കും, എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയാൻ. ഈ പെണ്ണിത് കുറേ നേരം ആയല്ലോ. അവളുടെ പ്രവൃത്തിയൊക്കെ കണ്ട് അവളുടെ മമ്മി ചിരിയോടെ സ്വയം പറഞ്ഞു. പിന്നെ എന്തോ ഓർത്തതുപോലെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി.
കുറച്ചു കഴിഞ്ഞതും അവരുടെ വഴിയിൽ നിന്നും കൊട്ട് കേൾക്കാൻ തുടങ്ങി. മമ്മി, മമ്മിയേ, അവർ വരുന്നുണ്ടേ, അവൾ സിറ്റൗട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞു. പെണ്ണെ, കിടന്ന് കൂവാതെ, അവരിങ്ങോട്ടല്ലേ വരുന്നത്. ഇത് വാ തുറന്ന നാട്ടുകാർ മുഴുവൻ അറിയും, അവർ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും കരോൾ അവരുടെ വീട്ടിലേക്ക് എത്തി. അവളുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് അവനെയായിരുന്നു. കൂട്ടത്തിൽ ക്രിസ്റ്റിയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ആദ്യം നോക്കിയത് അവൻ്റെ മുഖത്തേക്കായിരുന്നു. അവനെ കണ്ട സന്തോഷത്തിൽ അവൾ അവനെ നോക്കി വെളുക്കനെ ചിരിച്ചു കാണിച്ചു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും കണ്ണുകൾ മാറ്റി. പിന്നെ ആ കൂട്ടത്തിൽ ഷീതു ഉണ്ടോ എന്ന് നോക്കി. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഷീതുവും റയാനും എന്തോ പറഞ്ഞു വരികയായിരുന്നു. ഷീതുവിനെ കണ്ട അവൾ പെട്ടെന്ന് ഷീതുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ആരെയോ കാത്തു കാത്ത് കണ്ണു കഴിച്ചു നിൽക്കുകയായിരുന്നെന്ന് തോന്നുന്നല്ലോ മോളെ. അവൾ അടുത്തേക്ക് ചെന്നതും റയാൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ക്രിസ്റ്റി കുറച്ച് മുൻപോട്ട് നിന്നതുകൊണ്ട് കളിയാക്കുന്നത് ക്രിസ്റ്റി കേട്ടിരുന്നില്ല. ഒന്ന് പോടേർക്ക. അത് കേട്ടതും ഋഷു അവനെ ഒന്ന് പുച്ഛിച്ചു വിട്ടു. അവൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ടെന്ന് മൂളി. അപ്പോഴേക്കും മറ്റുള്ളവർ കരോൾ ഗാനം പാടാൻ തുടങ്ങിയിരുന്നു. ചേച്ചി, കൊച്ചിനെ കൂടി കൊണ്ടുവരാഞ്ഞ എന്താ? അവളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു, അവൾ വിഷമത്തോടെ പതിയെ പറഞ്ഞു. അവളെ കൂടി കൊണ്ടുവന്നാൽ ശരിയാവില്ലടി. വിശക്കുകയോ ഉറക്കം വരുമോ ഒക്കെ ചെയ്താൽ പ്രശ്നമാവും. പിന്നെ ഞങ്ങളും തിരികെ വീട്ടിലേക്ക് പോകേണ്ടി വരും. ഇതിപ്പോൾ മമ്മി നോക്കിക്കോളൂ അവളെ. അല്ല, ആൽബി എവിടെ? അവൾ തിരികെ ചോദിച്ചു. ചാച്ചൻ്റെ ഏതോ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ പാർട്ടി വൈകിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ചാച്ചനും അവനും കൂടി അങ്ങോട്ടേക്ക് പോയി ചേച്ചി, അവൾ ഷീതുവിനെ നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും അവളുടെ കയ്യിൽ ആരോ പിടുത്തമിട്ടിരുന്നു. ഷീതു സംശയത്തോടെ നോക്കിയതും ചാർലിയായിരുന്നു. രണ്ടും കൂടി ഇവിടെ സംസാരിക്കാനാണോ വന്നത്? ഇങ്ങോട്ട് വന്നേ. അതും പറഞ്ഞ് ചാർലി അവളുടെ കയ്യിൽ പിടിച്ച് കരോള് പാടുന്ന പിള്ളേരുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊച്ചുകുട്ടികൾ, പയ്യന്മാർ, പെൺകുട്ടികൾ തുടങ്ങി കുറച്ചുപേർ കരോൾ ഗാനത്തിനനുസരിച്ച് ചെറുതായിട്ട് ചുവട് വയ്ക്കുകയും കൈയടിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലേക്കാണ് ചാർലി അവളെയും കൂട്ടിക്കൊണ്ടുപോയത്. അവരുടെ അടുത്തേക്ക് ചെന്നതും അവൻ അവളുടെ കൈവിട്ടു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് എന്തോ പറഞ്ഞതും അവൾ മനസ്സിലായതുപോലെ പുഞ്ചിരിച്ചു. വാടി, അതും പറഞ്ഞ് ഋഷുവിൻ്റെ കൈയും പിടിച്ച് റയാനും അങ്ങോട്ടേക്ക് ചെന്നു. അവരും കൂടി അവളുടെ അടുത്തേക്ക് വന്നതും അവൾക്ക് ആകെ ഒരു ഉന്മേഷം പോലെ തോന്നി. അവൾ തൻ്റെ കൈകളടിച്ച് മറ്റുള്ളവരുടെ ഒപ്പം കരോൾ ഗാനം ആസ്വദിച്ച് തുടങ്ങിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ കരോളിൽ പങ്കെടുക്കുന്നത്. അവൾ സന്തോഷിക്കുന്നതും അവളുടെ സന്തോഷത്തിന് കൂടെ നിൽക്കുന്ന ചാർലിയെയും കണ്ടതും പല പെൺപിള്ളേരുടെയും മുഖം കറുത്തു. ചിലരാണെങ്കിൽ കടന്നല് കുത്തിയതുപോലെ മുഖം വീർപ്പിച്ചും വെച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കരോള് കൂടിയ സന്തോഷത്തിലായിരുന്നു അവൾ. അവളുടെ സന്തോഷത്തിൽ കൂട്ടായി അവനും. പാട്ടുപാടി കുറച്ചു കഴിഞ്ഞതും അച്ഛൻ മതിയെന്നുള്ള അർത്ഥത്തിൽ കരങ്ങൾ ഉയർത്തി കാണിച്ചു. അത് മനസ്സിലായതുപോലെ പാട്ടെല്ലാവരും അവസാനിപ്പിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, അതും പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ ഋഷുവിൻ്റെ കണ്ണുകൾ ക്രിസ്റ്റിയിലേക്ക് നീണ്ടു. അവൾ അങ്ങോട്ടേക്ക് നോക്കിയതും അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അത് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ തന്നെ നോക്കുന്നത് കണ്ടതും അവളെ നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ മുഖം പെട്ടെന്ന് മാറി. അവളുടെ ദേഷ്യം നിറഞ്ഞു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ പുരികം പൊക്കി എന്താണെന്ന് അവളോട് ചോദിച്ചു. അത് കണ്ടതും അവൾ പെട്ടെന്ന് ഒന്നുമില്ല എന്ന് ചുമലനക്കി. ആമീൻ. അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതും എല്ലാവരും ഒരേ സ്വരത്തോടെ തന്നെ പറഞ്ഞു. ഋഷു, എടി ഋഷു. സിറ്റൗട്ടിൽ നിന്നും അവളുടെ മമ്മി വിളിച്ചതും അവൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നു. ദോ, ആ ഇരിക്കുന്ന ജ്യൂസ് എടുത്ത് എല്ലാവർക്കും കൊണ്ടു കൊടുക്ക്, ഞാൻ ആ കേക്ക് എടുത്തിട്ട് വരാം. അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വെള്ളമെടുത്ത് പുറത്തേക്ക് നടന്നു. പിന്നെ അത് ഓരോരുത്തർക്കും കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. ജ്യൂസുമായി ക്രിസ്റ്റിയുടെ അടുത്തേക്ക് ചെന്നതും അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. തൊട്ടു മുൻപിൽ അവൾ ആ ഗ്ലാസ് ട്രേയുമായി നിന്നു. പതിയെ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന അവളുടെ ധൈര്യമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. അവനെ ഒന്ന് നോക്കാനാകാതെ അവൾ പെട്ടെന്ന് തന്നെ തല കുനിച്ചു. എന്നാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന അവളുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങാതെ കൈകൾ മാറിൽ കെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ക്രിസ്റ്റി. അവൻ അങ്ങനെ നോക്കുന്നത് കണ്ടതും അവൾ ചുറ്റിനും ഒന്ന് നോക്കി. എല്ലാവരും ജ്യൂസ് കുടിക്കുന്നതിൻ്റെയും കേക്ക് കഴിക്കുന്നതിൻ്റെയും തിരക്കിലായിരുന്നു. പെട്ടെന്ന് ആരോ വന്ന് അവളെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസിൻ്റെ ട്രേ തട്ടി. അത് ക്രിസ്റ്റിയുടെ പുറത്തേക്കാണ് ചെന്ന് വീണത്. അയ്യോ! അത് കണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു. അവൻ പുറകിലേക്ക് മാറിയെങ്കിലും അവൻ ഇട്ടിരുന്ന ഷർട്ടിലേക്കെല്ലാം ജ്യൂസ് വീണിരുന്നു. സോറി, അല്ല സർ, അവൾ പെട്ടെന്ന് അവൻ്റെ ഷർട്ടിൽ കൈവച്ച് തുടച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്കായി. എന്താടാ, എന്തു പറ്റി? ചാർലി സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് ചാർലി ചായ, എൻ്റെ കയ്യിൽ നിന്ന് ജ്യൂസ് തട്ടി വീണതാ, അവൾ ചാർലിയെ നോക്കി മറുപടി പറഞ്ഞു. അവനൊരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമായിരുന്നു വേഷം. അതുകൊണ്ട് തന്നെ ജ്യൂസ് ഷർട്ടിലേക്ക് വീണത് നന്നായി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. കറയായെന്നാ തോന്നുന്നേ.
ചാർലി പറഞ്ഞു. ഋഷു ആണെങ്കിൽ അവൻ്റെ മുഖത്ത് ദേഷ്യം കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അയ്യോ, എന്താ മോനെ, എന്താ പറ്റിയത്? ഋഷുവിൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു. റയാൻ അവളുടെ കയ്യിൽ നിന്നും ജ്യൂസ് വീണ കാര്യം മറ്റോ അവരോട് പറഞ്ഞു. ഇവളെ ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമെന്ന്. ഒരു ജ്യൂസിൻ്റെ ട്രേ പോലും മര്യാദയ്ക്ക് പിടിക്കാൻ നിനക്ക് അറിയില്ലേ ഋഷു? നിനക്ക് എത്ര വയസ്സുണ്ട്? ഇനി ഇതൊക്കെ എന്നാ പഠിക്കുന്നേ? കുഞ്ഞു കളിച്ച് നടക്കുക ഇപ്പോഴും. അതെങ്ങനെയാ? അപ്പനും ആങ്ങളെയും കൂടി കൊഞ്ചിച്ച് വഷളാക്കി വെച്ചേക്കുമല്ലേ? അവർ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു. അവൾക്കാകെ സങ്കടം വന്നിരുന്നു. ഇപ്പം കരയുന്നുള്ള രീതിക്കാ അവൾ അവിടെ നിന്നത്. അവരൊക്കെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ പള്ളിക്കാർ മുഴുവൻ അവരുടെ മുൻപിലുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ വെച്ചാ അമ്മ തന്നെ വഴക്ക് പറഞ്ഞതെന്ന് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. ക്രിസ്റ്റി അവളെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ മുഖം അപ്പോഴേക്കും നല്ല ചുവന്നിരുന്നു. മൂക്കും കവിളും ഒക്കെ ചുവന്ന് കണ്ണുകൾ ചെറുതായി നിറയുന്നുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല ആൻറ്റി, അവൾക്കറിയാതെ പറ്റിപ്പോയതല്ലേ. അതിപ്പോൾ അവളെ വഴക്ക് പറയുന്ന എന്തിനാ? അവളോട് അങ്ങനെ അവർ പറയുന്നത് കേട്ടതും ചാർലി അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഷീതു അവളുടെ തോളിൽ കൈവച്ചു. സാരമില്ലടി, വേറെ ആരും അല്ലല്ലോ, ഞങ്ങളല്ലേ. ഞങ്ങൾ ആരും ഒന്നും നിന്നെ പറഞ്ഞില്ലല്ലോ, പിന്നെ ഇതിനെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഷീതു അവളെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ പറഞ്ഞതും അവൾ ഷീതുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം വീണ്ടും ക്രിസ്റ്റിയെ നോക്കി. അവൻ അപ്പോഴും ഒന്നും മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്, മോനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ, അവൻ ഷർട്ടൊന്ന് കഴുകട്ടെ. അവർ ഋഷുവിനെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് നടന്നു, കൂടെ അവനും.